ഹലോ ഗൈസ്, വെൽക്കം ടു ഫ്ലാഷ് വ്ളോഗ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഗൈസ്, വെരി ഡെഡ് ഡേ ആണ്. അപ്പം ഇപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണം. ലൈക്ക് രാവിലെ എനിക്ക് തോന്നുന്നു ഞാൻ അപ്പവും മുട്ടക്കറിയാണ് കഴിച്ചത്. അതിൻ്റെ വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. സോ ഇപ്പോൾ ഉച്ചയ്ക്ക് എനിക്ക് തോന്നുന്നു പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അതൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. പിന്നെ വൈകുന്നേരം കാർത്തിയും വർഷയും വരാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് അവനിന്ന് എന്തോ ഉമ്മയുടെ ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ചെയ്ത വീഡിയോ എടുക്കണമെന്നുണ്ട്, അവൻ്റെ മറ്റേ കുക്കിംഗ് സീരീസിൻ്റെ ഭാഗമായിട്ട്. എനിക്ക് കുക്കിംഗ് വീഡിയോ ചെയ്യാണ്ട് ഒരുപാട് പേര് പറയുന്നുണ്ട്. ബട്ട് ദ തിങ് ഈസ്, എനിക്ക് അറിയത്തില്ല, ഞാനത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഈ സാധനം കുക്കിങ്ങൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് സാധനങ്ങളാണ്. അതല്ല, ഉമ്മാക്ക് മുഖം കാണിക്കുന്നത് ഇഷ്ടമില്ല അധികം. അപ്പം ലെറ്റ്സ് സീ, ഭാവിയിൽ ഉണ്ടാവില്ലെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇന്നത്തേക്ക് കാർത്തിക് കുക്കിങ്ങിൻ്റെ സാധനം എടുക്കുന്നത് കണ്ട് പഠിക്കാൻ കഴിച്ചു. അതിന് ശേഷം ഞാൻ പിന്നെ ഭാവിയിൽ ഫ്യൂച്ചറിൽ വേറെ കുക്കിംഗ് വീഡിയോസ് കൊണ്ടുവരാൻ നോക്കാം. പുറത്തൊന്നും ഇറങ്ങുമെന്ന് തോന്നുന്നില്ല. ചെറുതായിട്ടൊരു ഗ്ലൂമി ക്ലൈമറ്റാണ്. ഞാനും കുറച്ച് ഗ്ലൂമി ആയിട്ടിരിക്കുകയാണ്. സോ നോക്കാം കഴിച്ചു, പറ്റുന്നതൊക്കെ ഞാൻ കാണിക്കാം. ലെറ്റ്സ് സീ. വേറെ എന്തുവാ, ഇനിയിപ്പം കുറച്ച് കണ്ടൻറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു ക്യാമറ റിവ്യൂ പോലത്തെ സാധനം, അങ്ങനത്തെ കുറച്ച് പരിപാടീസ്. ഫോട്ടോഗ്രാഫി ആയിരിക്കും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ ട്രാവലുണ്ട്. ഫുഡ് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ചിലപ്പോൾ ജിമ്മിൽ തിരിച്ച് കയറും. അതുകൊണ്ട് ആ ഒരു പ്ലാനിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ലെറ്റ്സ് സീ. ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രെസ് ഈറ്റിംഗ് ആണ്. അപ്പം ഫുഡ് ബ്ലോഗിങ്ങിനെക്കാട്ടി കൂടുതൽ ഞാൻ സ്ട്രെസ് ഈറ്റിംഗ് ചെയ്യും. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്കാകുമ്പോൾ, ബിക്കോസ് ആൾക്കാരുള്ളപ്പോൾ വലിയ പ്രശ്നമല്ല. പക്ഷേ ഞാൻ ഒറ്റയ്ക്കാകുമ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സ്ട്രെസ് അടിക്കും. അപ്പം ഞാൻ പോയിട്ട് മടമടാതെ ഫുഡ് അടിക്കും. അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്യണം. ജിമ്മിൽ കയറണം, കുറേ പരിപാടിയുണ്ട് ഗൈസ്. ലെറ്റ്സ് സീ. എനിവേയ്സ്, വെൽക്കം ടു അനദർ വ്ളോഗ് ഗൈസ്. ലെറ്റ്സ് സീ ഇന്ന് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. ഓക്കെ ഗൈസ്, ലഞ്ച് ടൈം. എന്താണ് ഉണ്ടാക്കുന്നത്? പ്രോൺസ് ബിരിയാണിയാണ് ഗൈസ്, സ്പെഷ്യൽ. ഓ വാവ്, നൈസ്. നോക്കട്ടെ. ഓക്കെ ഗൈസ്, ഇന്നത്തെ ലഞ്ച് ഇതാണ്. ഇന്നത്തെ ലഞ്ച് പ്രോൺസ് ബിരിയാണി, ഫിഷ് റോസ്റ്റ്, ക്യാരറ്റ് ആൻഡ് കുക്കുംബർ റൈത്ത, പപ്പടം. കഴിച്ചോട്ടെ ഗൈസ്, എങ്ങനെ ഉണ്ടെന്നു. ആദ്യം നമ്മൾ പപ്പടം എടുത്തങ്ങോട്ട് മാറ്റി. വി ടേക്ക് സം പ്രോൺസ്. പ്രോൺസ് നല്ല ജ്യൂസി പ്രോൺസ്. അക്കാലം പ്രോൺസും ബിരിയാണിയും കൂടെ കഴിയും. നൈസ്. അത്യാവശ്യം മസാല, എരിയും സംഭവങ്ങളൊക്കെ ഉണ്ട്. നൈസ്, നല്ല ജ്യൂസി പ്രോൺസ്. അതിനെ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് കുറച്ച് പപ്പടവും റൈസും കൂടെ ഒക്കെ എടുത്തിട്ട് മിക്സ് ചെയ്ത് സൂപ്പർ ഗൈസ്, അടിപൊളി. നമ്മൾ ഒരുപാട് പ്രോൺസ് ഉണ്ടാക്കും. സോയം. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ കഴിച്ചിട്ട് വരാം. ബൈ. വെൽക്കം ഗൈസ്. ആരാ വന്നിരിക്കുന്നത് നോക്കിയേ. എന്നിട്ട് നാട്ടിലുള്ളവർ ഇത്രയും ടേസ്റ്റി ഫുഡ് കഴിക്കണം സനി ബ്രോ, കാരണം നമുക്കിത് എൻജോയ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവർക്ക് ആർക്കും പക്ഷെ ഞാൻ ഉമ്മ പറഞ്ഞാലും ഉമ്മാക്ക് പേടിയാണ്. ലൈക്ക് ഇത് നമുക്കൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ അത് ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് അതുകൊണ്ട് ഇത് മിഡാണെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, അവർക്ക് മിഡ് അതാണ് ഇഷ്ടമുള്ള ടേസ്റ്റ് ആണല്ലോ. അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ ഉമ്മാക്കുണ്ട്. അതാണ് ഇങ്ങനെ റെസിപ്പി ഇടാൻ വലിയ ഇതില്ലാത്തത്. നമുക്കിത് ഇഷ്ടമാണ്, അതുകൊണ്ട് നമ്മൾ ഷെയർ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും റെസിപ്പി വീഡിയോ ആണ് ഗൈസ്. ഞാൻ ഇവരുണ്ടാക്കുന്ന ചിക്കൻ ഫ്രൈ തിന്നും, അതാണ് എന്റെ പണി. പാവണ ഇവൻ പഴയ സൈക്കോണ് കേട്ടാ. അവൻ ഓടി രക്ഷപ്പെട്ടു. പാവ സ്മാർട്ട് പൂച്ചയായിട്ട് ഇവൻ മറ്റേ കൊലപാതകം ചെയ്യുന്ന കേസ്. ഇങ്ങനെ സ്നേഹിച്ചാണ് അവൻ ഓടിയത്. അത് എന്റെ ഞാൻ അവിടെ സ്റ്റിൽ എടുത്തു. നീ മാറ്റി കഴിഞ്ഞ സെറ്റ്. പിസ്ത കാർത്തി
വൈകിയാണ് അവൻ കഴിച്ച 1 കിലോ തോട് കൊടുത്താണ്ടാ പിസ്ത നിന്റെ പിസ്തേനെ കഴിക്കുന്നതിന്റെ ഒരു കമ്പൈലേഷൻ വീഡിയോ ഞാൻ ഉടനെ എടുക്കുന്നത്. മഴവിൽ സ്റ്റുഡിയോ എന്ന് ഹോം സ്റ്റുഡിയോയിലോട്ട് എത്തിയിരിക്കുന്ന കാർത്തി കുക്കിംഗ് വീഡിയോ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മയുടെ ഫേസ് കാണിക്കാതെ ഈ റെസിപ്പി ബ്ലോഗ് സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. സിമ്പിൾ അല്ലേ? എനിക്ക് പക്ഷെ ഫേസ് കാണിച്ചാണ് ശീലം, അതുകൊണ്ട് ചിലപ്പോ ആൾക്കാരുടെ മുഖമൊക്കെ വന്നെന്ന് വരുന്നു. ഞാൻ നിന്നെ എടുക്കുന്നില്ല, നീ പേടിക്കണ്ട. ഇന്ന് CCTV അവന്റെ നേരെയാണ്. നീ ഈ സൈഡിൽ നിന്നാ മതി, കഴിഞ്ഞില്ലേ? ആ നോക്കാമല്ലോ ഗൈസ്. പോയോ എവിടെയോ? ഓ ഭയങ്കര ബുദ്ധിയാണ് കേട്ടാ, നിന്നെ കടത്തി കെട്ടും സത്യം കേട്ടോ. ഞാൻ ഇങ്ങനെ തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ കിട്ടണുണ്ടാ അൾട്രാവൈലറ്റ്. നിങ്ങൾക്കല്ലാതെ സങ്കടം. നമസ്കാരം ഗൈസ്. ആരെങ്കിലും കിണ്ണത്തപ്പൻ ഫാൻസ് ഉണ്ടെങ്കിൽ ഷൗട്ട് ഔട്ട് അല്ലല്ലോ എന്തോന്നു കമന്റ് ബോക്സിൽ പറയൂ ഗൈസ്. എടാ ഈ കോപ്പ് എന്താ ഓക്കെ ഫോക്കസ് കുറച്ച് ഇഷ്യൂ ഉണ്ട് കേട്ടാ. അങ്ങനെ അലിഞ്ഞു പോണ ഗൈസ്. അതാണ് കിണ്ണത്തപ്പത്തിന്റെ സ്പെഷ്യാലിറ്റി. ആണ് കിണ്ണത്തപ്പൻ നിന്ന് വേർത്തെ. ഞാൻ എന്റെ റെസിപ്പി വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യട്ടെ ഗൈസ്. ഓക്കേ ഗൈസ്, ഞാൻ അവൻ റെസിപ്പി വ്ലോഗ് എടുക്കുന്നത് സ്റ്റാർട്ട് ചെയ്യട്ടെ ഗൈസ്. ഇങ്ങനെയാണ് റെസിപ്പി വീഡിയോ എടുക്കാനുള്ളത്. ഒരു വീഡിയോയുടെ ബാക്കിൽ വേറൊരു വീഡിയോ ഇങ്ങനെ സാധനം കാണിക്കണം. എനിക്കത് കൊതി വിട്ടുകൊണ്ടിരിക്കുന്നത് ഉണ്ടാക്കിയില്ല അതിന് മുമ്പേ. ഗൈസ് എന്റെ ടീമിലെ പുതിയ മെമ്പർ നമ്മളെ പൊറോട്ട കഴിക്കാൻ സമ്മതിക്കാത്തവൻ. അതെ എന്റെ ടീമിൽ കഷ്ടപ്പെട്ട് ഇവിടെ നമ്മളല്ല നീ. ഇത് നിന്റെ ചാനലിൽ വരുന്ന സാധനമല്ലേ, ഇത് നമ്മളെ ചാനലില്. കോൾമി വർഷയും കോൾമി ഫ്ലാഷും കൂടെ ചേർന്നുള്ള ചാർജാണ്. നമ്മുടെ ചാനലിൽ ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും. അതില് നമുക്ക് അതെ നമ്മള് നല്ല മുരിഞ്ഞ ചിക്കൻ ഫ്രൈയും പൊറോട്ടയും. ഓ അത് കണ്ടിട്ട് ഉറട്ടി തിന്നുന്ന യവനും. ഇല്ല കുഴപ്പമില്ല, നമുക്ക് ഉറട്ടിയും തിന്നാലോ. അത് നമുക്ക് കാണാടാ. ഓക്കെ കുക്കിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന പൂച്ച ട്വിക്സ്. എന്നിട്ട് വേണം അവന് കൊളസ്ട്രോൾ വരാൻ. കൊളസ്ട്രോളും കൂടെ വരുത്താൻ വേണ്ടിയുള്ളത്. ഇളക്കല്ലേ എന്നല്ലേ പറഞ്ഞത്. ഇളക്കുവാണ് വേറത്തെ ഇളക്കാൻ നോക്കിട്ട് അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. വേണ്ടെന്ന്. ഓക്കെ ഗൈസ് ബ്ലൂപ്പർ എനിക്ക് നിനക്ക് കിട്ടിയ ബ്ലൂപ്പർ ചാനൽ എനിക്ക് മതി, എനിക്ക് സമാധാനമായി. വേണ്ട ഒന്നും ചെയ്യാതെ ഇരുന്ന് കുഴച്ചോണ്ടിരിക്കുന്നത്. ഇത്രയും ഉമ്മ ഉരുട്ടി സെറ്റ് ആക്കിയപ്പോ ലാസ്റ്റ് നീ ഉറട്ടി ഇങ്ങനെ അടിച്ച അവസാനം അത് പൊറോട്ട ആയി പോകും കേട്ടാ. ഉറട്ടീടെ അടുത്ത് പേസി അടിക്കണത് കൊള്ളാം ഗൈസ്. നമ്മളെ വീട്ടിലെ പുതിയ പാചകക്കാരനാണ്. റെസിപ്പി വീഡിയോ പാചകക്കാരന് ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കുകയാണ് ഗൈസ്. ഹലോ ഗൈസ്, ഈ സാധനം ആർക്കെങ്കിലും ഇഷ്ടമാണോ? ജുജുബി എന്ന് പറഞ്ഞ ഐറ്റം കുറെ നാളെ കഴിച്ചിട്ട്. പച്ചമാങ്ങ വാങ്ങിച്ച് വെച്ച് തന്നെയാണ്, നമുക്ക് അടിച്ചു മാറ്റാം. നീ ഏത് കളർ എടുത്താ? പിന്നെ എന്റെ ചാനലിന് വേണ്ടി ഞാനൊന്ന് ടേസ്റ്റ് റിവ്യൂ നടത്തി. അതൊക്കെ അത്രേ ഉള്ളൂ. ഫുഡ് ഈ അടികൊണ്ടെന്ന് ഞാൻ കാണിക്കുന്നില്ല. ബാക്ക്ഗ്രൗണ്ടിൽ കുങ്ഫു മാൻ
ബാക്ക്ഗ്രൗണ്ടിൽ മറ്റേ കുങ്ഫു ഫൈറ്റ് നടക്കുകയാണ്. ആ നിലവിളി ഇതാ ബാക്കിൽ ഫിഷ് ടാങ്ക് ഒക്കെ ഇരിക്കണം. ഇവര് നമ്മളെ വീട് തകർക്കാനുള്ള ശ്രമമാണ് തോന്നണം. റഫർ ചെയ്യാം കഴിക്കാൻ പോകുന്നത് ഗൈസ്. കൈയൊക്കെ വേവന്നു. പരിപ്പിന്റെ മണ്ടേ കൊണ്ടാണ് വെച്ചത്. ഓക്കെ ഗൈസ്, ഇവൻ എടുക്കുന്നതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാം. ഇവന്റെ ഉച്ചയൊക്കെ വേണം, അതുകൊണ്ട് നമ്മൾ സൂം ചെയ്തിട്ട് അവന്റെ മൊബൈലിൽ എടുക്കുന്നു, പിന്നെ നമ്മൾ സൂം ചെയ്ത് ചിക്കനിലോട്ട് എടുക്കുന്നു. വാവ്, ഫെന്റാസ്റ്റിക്. ഇതിനകത്ത് പതയൊക്കെ വരും. ഓക്കെ ഗൈസ്, കണ്ട അത് എന്നെ പ്രൊമോട്ട് ചെയ്യുന്ന വർഷമാണ് കൊല്ലാൻ വേണ്ടി. അവള് ചിലപ്പോ ആക്ഷൻ കാണിച്ചു കുത്തു. PC തൊട്ട് കളിക്കല് അവൻ ചിലപ്പോ അടിച്ചു തരും കേട്ടോ. അവളെ ലെഗ് പീസ് ആണ്. അതെ, എന്റെ ലെഗ് പീസ് ഞാൻ സുരക്ഷിതമാക്കും. അവളെ നിന്നെ അത് വെച്ച് അടിച്ചു കൊല്ലും. ജോൺ വിക്ക് പോലെ മറ്റേ ജോൺ വിക്കിന് പെൻസിൽ വേണമായിരുന്നു, നമുക്ക് അതുപോലെ വേണ്ട. ചിക്കൻ കാല് വെച്ച് പൊത്തി പൊട്ടിക്കും നിന്നെ. ഒരു കുക്കിങ്ങിന് മുമ്പേ ടേസ്റ്റിംഗ് തുടങ്ങിയല്ലേ ഇവിടെ. ഓ മൈ ഗോഡ്, എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്ക്യൂസ് കിട്ടണം അവന്. ഉപ്പെന്ന് പറഞ്ഞപ്പോഴേക്ക് വന്ന് ഓ മൈ ഗോഡ്. ഇവിടെ ചിക്കൻ ഫ്രൈയും പരിപ്പുണ്ടാകും. ഓ മൈ ഗോഡ്, ഞാൻ ഒന്ന് വന്നപ്പോഴേക്കും തനിയെ ഫ്ലാഷ് ഒക്കെ ഓൺ ആവും. എന്നല്ലേ, ഓ നിയോഗം എന്നൊക്കെ വേണം. 3 സാധനങ്ങളും പൊരിച്ച കോഴി വേണം. കൊരങ്ങനെ വേണോ കുറച്ച്? പോയി കിടന്ന് ഉറങ്ങുകണ്ണേ. ഇതാണ് ചിക്കൻ ഫ്രൈ. നമ്മൾ പൊറോട്ടയും കൂടെ ഒക്കെ സെറ്റായതിനു ശേഷം, പരിപ്പും കൂടെ സെറ്റായതിനു ശേഷം നമ്മളിത് ടേസ്റ്റ് ടെസ്റ്റിംഗ് ആണ്. അതൊക്കെ ഫിനിഷ് ചെയ്തിട്ട് വരട്ടെ കേസ്, നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ ചിക്കൻ ഫ്രൈ എന്നുള്ളത്. ബൈ. ഇതാണ് സ്പെഷ്യൽ, എൻ്റെ മുട്ടയും പരിപ്പും എൻ്റെ ഫേവറേറ്റ് സാധനമാണത്. ഒറട്ടീരോടെയും അപ്പത്തിൻ്റെ കൂടെയും. അവർ നോർമൽ പരിപ്പും എനിക്ക് സ്പെഷ്യൽ. ഇതും കഴിച്ച് നോക്കിയിട്ട് ഏതാണ് നൈസ് എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ഈ മുട്ട ഇങ്ങനെ ചിക്കിയിട്ട് പരിപ്പുമായിട്ട് മിക്സ് ചെയ്യണം. ഓഫ് കോഴ്സ്, യെസ്, നമ്മളെ പൊറോട്ട വന്നിട്ടുണ്ട്. നിങ്ങൾ മുട്ട ചിക്കിയിട്ടിടും, പരിപ്പുമായിട്ട് മിക്സ് ചെയ്തേ. ഇത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ട്രൈ നോക്കിയോ. കഴിക്കുമ്പോൾ മതി. കണ്ടാ അവള് വർഷം പറഞ്ഞു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. അത് കഴിക്കണം, തോട്ടമല്ലേ. അല്ല ഇത് ഇല്ല, ഇവന് അനുസരണല്ലേ. അവള് പറഞ്ഞല്ലേ, നമ്മൾ ഒരുമിച്ച് അതിനുള്ള സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് us to this show, മിസ്റ്റർ കാർത്തിക് സൂര്യ. ഗയ്സ്, എന്റെ റിവ്യൂവേഴ്സ് ഇരുന്നിരിക്കുകയാണ്. അടുത്തതായി ഒറട്ടി സർ, പ്ലീസ്. ഒരു ഒറട്ടി ഫോർ സർ, ഒരു ഒറട്ടി ഫോർ മാഡം. ആദ്യം നമ്മൾ ഉറട്ടി കഴിക്കാം അല്ലേ? നീയാണ് ഉണ്ടാക്കിയത്. അത് കരിഞ്ഞിരിക്കുന്നത്. കൊള്ളാം, ഞാൻ കഴിച്ചിട്ടുണ്ട്. നിങ്ങളാണ് കഴിക്കാതെ. ഒറട്ടിയിലൂടെ കറി വരുമ്പോഴാണ് സത്യം പറഞ്ഞാൽ എന്റെ സ്പെഷ്യൽ. അത് ഓക്കെ, അത് നമുക്ക് അടുത്ത. ആദ്യം നോർമൽ പരിപ്പ് തന്നെ, എന്നിട്ട് ഞാൻ പരിപ്പ് വിത്ത് ഒറട്ടി എങ്ങനെ ഉണ്ടെന്ന് പറയണം. നല്ല ചൂട്, നല്ല ചൂട്. നമ്മൾ നല്ല സിങ്കായി. കൊള്ളാം, ഇഷ്ടപ്പെട്ട. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുക്കിംഗ് ചാനൽ ആയതുകൊണ്ടാണ് നല്ല കറക്റ്റ് ആയിട്ട് ഉപ്പും കാര്യങ്ങളെല്ലാം സെറ്റ് ആയിരുന്നു. സെറ്റ്, അടിപൊളി. സ്റ്റാർ ഓഫ് ദ ഷോ ഈസ് ഗോയിങ് ടു കം ഗയ്സ്. അതിപ്പോ വേണ്ട, നമുക്ക് പൊറോട്ട കഴിക്കാം. ഏത് പീസ് വേണം സെലിബ്രോയ്ക്ക്? എനിക്ക് ചെറിയ പീസ് ഇപ്പൊ തൽക്കാലം പൊറോട്ടയുടെ ഒരു കഷ്ണം വെച്ച് കൊടുക്കും പ്ലീസ്. ഇതിലെല്ലാം ഉണ്ടെന്ന് തോന്നണം. ഓ, നിനക്ക് തൈസ് ഒക്കെയാണ് ഇഷ്ടം. ഇത് ഞാനും അതേപോലത്തെ ഒരു ചെറിയ പീസാണ് നോക്കുന്നത്. ഇതെല്ലാം എടുത്തെടുത്ത് എവനും അവസാനം ഒന്നും കാണൂല. ഓടി കിടന്ന് എടുത്തിട്ട് അവസാനം. ഓക്കെ ഗൈസ്, നമ്മള് ചിക്കൻ ഫ്രൈയുടെ നല്ല മസാലയൊക്കെ നല്ല അകത്തൊക്കെ പിടിച്ചിട്ടുണ്ട്.
നല്ല ജ്യൂസി ചിക്കൻ. നീ ഫുഡ് ബ്ലോഗുകൾ കാണാറുണ്ടല്ലേടാ? നല്ല ചൂട് കേട്ടാ. ഓഫ്. അയ്യോ സവാള വേണ്ടായിരുന്നോ? സവാള അരിഞ്ഞോണ്ട് വരാം ഇപ്പൊ. കൊള്ളാം, സെറ്റാണ്. നൈസ്. പക്ഷെ ഇത് പൊറോട്ടയിലൂടെ സവാള തന്നെ, ഇത് പൊറോട്ടയിലൂടെ സവാള തന്നെയുള്ള. ചിക്കനോട് സവാള തന്നെയുണ്ട്. പക്ഷെ അതും പൊറോട്ടയും ഉള്ളിയും ചിക്കനുമാണ് കോമ്പിനേഷൻ. പക്ഷെ ഈ ഒറട്ടിയും ചിക്കനും ചിക്കനും കൊള്ളാം, അത് കൊള്ളാം. അത് ഇത് കംപ്ലീറ്റ് ഒരു ട്രിവാൻഡ്രം സ്റ്റൈൽ ഒരു മീൽ അല്ലേ? സെറ്റാണ്. ഇത് ഞാനോട് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഓക്കെ ഗൈസ്, വർഷ കഴിച്ചിട്ട് പറയൂ എൻ്റെ മുട്ട ആൻഡ് പരിപ്പ് കോമ്പിനേഷൻ എങ്ങനെയുണ്ടെന്ന് ഉറപ്പിയത്. അതെ, അങ്ങനെയൊന്നുമില്ല, ഉള്ള അല്ലെങ്കിൽ നല്ലതെന്ന് പറഞ്ഞാൽ മതി. രണ്ടാമത് ഐ ടോൾഡ് യു ബ്രോ, നമ്മളിങ്ങനെ പല പല കോമ്പിനേഷൻ കണ്ടുപിടിക്കും. അവിടെ തന്നെ തല വെച്ചിട്ട് പറഞ്ഞോ കൊള്ളാം. വയസ്സല്ലേ സാധാരണ പരിപ്പിനെ കാട്ടി ഒരു ട്വിസ്റ്റ് ഇല്ലേ? തോരനല്ല, അതിൽ തേങ്ങയൊന്നുമില്ല. മുട്ട തോരൻ എന്ന് പറയാൻ മുട്ട കിണ്ടി വെച്ചിട്ടുണ്ട്. ഒരു കരളേ ഉള്ളല്ലേ? ഇഷ്ടമല്ല എനിക്ക്. മറ്റേ റബ്ബർ പോലത്തെ സാധനം ഇഷ്ടമാണ്. ഗിസാഡ് എന്ന് പറഞ്ഞ സാധനം, ചിക്കൻ്റെ കുറച്ച് കട്ടിയുള്ള. കൂമ്പാണോ അതിൻ്റെ മലയാളം? ഓക്കെ ഗൈസ്, ടേസ്റ്റ് കഴിഞ്ഞു. ഒറട്ടിയും പരിപ്പും ഏതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്? മുട്ട ഇട്ട ഒറട്ടി പരിപ്പാണോ നോർമൽ പരിപ്പാണോ? നൈസ് അല്ലേ? നല്ലൊരു ഡിഫറൻസ് അല്ലേ? നീ എവിടെയും മുട്ടയിട്ട പരിപ്പ് സെറ്റാണ്. ഓക്കെ ഗൈസ്, എനിക്ക് മുട്ടയിട്ട പരിപ്പാണ് ഇഷ്ടം. അങ്ങനെയാണ് അത് ഡിസ്കവർ ചെയ്തത്. ഇറ്റ്സ് ഗുഡ്. പൊറോട്ടയും പരിപ്പും ഞാൻ ഇതുവരെയും കഴിച്ചിട്ടില്ല. ഞാനും കഴിച്ചിട്ടില്ല പൊറോട്ടയും പരിപ്പും. പിന്നെ അതല്ലേ പറഞ്ഞോളൂ, ഇന്ന് നമ്മൾ പൊറോട്ടയും പരിപ്പും തിന്നാൻ പോണ. ആദ്യം പൊറോട്ടയും പരിപ്പും, നെവർ ട്രൈഡ് കോമ്പിനേഷൻ. പൊറോട്ടയ്ക്ക് ചൂടില്ല. ഒരിക്കലും പൊറോട്ടയും പരിപ്പും തിന്നരുത്. ഡോണ്ട് റിപ്പീറ്റ് ദിസ് മിസ്റ്റേക്ക് ഗൈസ്. പൊറോട്ടയും പരിപ്പുമായിട്ട് തിന്നരുത്. ചിലർ പൊറോട്ടയും സാമ്പാറും കഴിക്കണേ കണ്ടുണ്ട്. ഇതാണ് ബെസ്റ്റ് കോമ്പിനേഷൻ. പൊറോട്ടയും മീൻകറിയും സൂപ്പറാണ്. ഇതാണ് ബെസ്റ്റ് കോമ്പിനേഷൻ, പൊറോട്ട ആൻഡ് ചിക്കൻ ഫ്രൈ. സത്യം പറഞ്ഞാൽ ഈ ഒരു ദിവസം നല്ല പൊറോട്ട ആയിരിക്കും, ഒരു ദിവസം അവന്മാർ ഷോകാകും ഇവിടെ. ഇത് മറ്റേ എന്തോന്ന് പേരും പറയണമല്ല, പേര് പറഞ്ഞ് സൽക്കാര, അത് തന്നെ സൽക്കാര എക്സ്പ്രസ്. ഗൈസ് ഇന്നലെ നല്ല അടിപൊളിയായിരുന്നു. ഇന്ന് എന്ത് പറ്റി? ഇവരെ മുമ്പിൽ ഷോ കാണിക്കാൻ വേണ്ടി പൊറോട്ട ഓർഡർ ചെയ്തിട്ട് തണുത്ത പൊറോട്ട കൊടുത്ത് വെച്ച് പറ്റിച്ചിരിക്കുന്നു. ഞാൻ സ്വിഗ്ഗിയിൽ നിന്ന് ഒന്നും ഓർഡർ ചെയ്യാൻ പോകുന്നില്ല കേട്ടാ. സത്യം പിന്നെ സ്വിഗ്ഗിയിലായാലും അത്യാവശ്യമൊക്കെ ചൂടിനും അതിനൊക്കെ സാധനം തരണം. ഇപ്പം മിക്ക ഹോട്ടലിലായാലും ഭയങ്കര ഉടായ്പാണ് കേട്ടാ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യുമ്പോൾ. ഗൈസ് യു ഗൈസ് ഷുഡ് ടേക്ക് കെയർ. നേരത്തെ അടിച്ചു വെച്ചാണെന്ന് തോന്നാം. നമ്മൾ വ്ളോഗിൽ പറയും അങ്ങനെ സൂക്ഷിക്കണം. ഇനി പോലെ കോൾമി ഫ്ലാഷ് ഫുഡ് സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. തീർച്ചയായും പറയും, ബിക്കോസ് ഐ എം എ ഫുഡി. ഞാൻ പറയും. അപ്പോൾ ശരി കഴിച്ചിട്ട് വരാം. എനിക്ക് അപ്പം കൂടെ ട്രൈ ചെയ്ത് നോക്കാം. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പൊറോട്ട ഞാൻ ഫ്രീ ആയിട്ട് ഗ്രേവി കിട്ടും. ഒന്ന് കുറുവി കഴിഞ്ഞാൽ കുറച്ച് ചിക്കന്റെ പൊടി ഉണ്ടല്ലോ, കഴുത്തൊക്കെ കിട്ടും. അതിൽ കുറച്ച് പൊടി കിട്ടും. അപ്പൊ പൊടിയുടെ ഇടയിൽ ചിലപ്പോ ആക്സിഡന്റലി ഒരു കോർണറിന്റെ കൂടെ ഒരു കഴുത്തെങ്ങാനും വീണിട്ട് കഴിഞ്ഞാൽ നമ്മൾ ലോട്ടറിയാണ്. എനിക്കറിയാം, കരളും കിട്ടൂടാ ചിലപ്പോ. കരളിന്റെ പീസൊക്കെ കിട്ടും. ബ്രോ അങ്ങനെ തിന്നോണ്ടിരുന്നതാണ്. അങ്ങനെ പൊറോട്ട ഗ്രേവി പൊടി, എത്ര പൊറോട്ട എത്ര നല്ല കണക്കില്ലാതെ തിന്നോണ്ടിരിക്കും. ഇതൊക്കെ എവിടെ പൊക്കോണ്ടിരുന്നാണ് തോന്നുന്നു. സത്യം, ഞാൻ തന്നെ 6 പൊറോട്ടയൊക്കെ തിന്നുമായിരുന്നു. ഇപ്പൊ ഒരു പൊറോട്ട കഴിച്ചപ്പോഴേക്കും എന്റെ വയറ് ഫുള്ളായി ഗൈസ്. പൊടിയും അതൊക്കെ തിന്നു. ഡയറ്റ് തുടങ്ങിയിട്ടില്ല, തുടങ്ങണം. നാളെയോ മറ്റന്നാളോ സമയം പോലെ നമ്മൾ തുടങ്ങുന്നതായിരിക്കും. തളർന്ന കാർത്തി
ടേസ്റ്റ് ആണ് കണ്ണ് നിറഞ്ഞ വർഷ. പുള്ളിക്കാരനല്ല. കിട്ടില്ല ഫുഡ്. നൈസ് ഫുഡ്. നെറ്റിയിലൊക്കെ തൂക്കി. അവന്റെ കണ്ണിൽ ഏരിയൊക്കെ തേച്ചെന്നോ? സവാളയിൽ വന്ന ഏരിയയാണ്. ഓ മൈ ഗോഡ്, അൾട്ടിമേറ്റ് കോംബോ ആണ്. കരഞ്ഞോണ്ടൊക്കെ കരഞ്ഞോണ്ട് റിവ്യൂ സംതൃപ്തി. ഫ്രൈയും കുറച്ച് ചിക്കന്റെ പൊടിയും സവാളയും കൂടെ ചേർത്ത് ട്രിപ്പിടി പിടിച്ച് കഴിഞ്ഞാൽ ഓ അതന്നെ ഞാൻ പിടിച്ചത്. കൊള്ളായിരുന്നു ടേസ്റ്റ്. പക്ഷെ പൊറോട്ടയും നല്ല അതിന്റെ ഒരു കോമ്പിനേഷൻ വേറെ. പക്ഷെ നല്ല നല്ല പൊറോട്ട ആണെങ്കിൽ നല്ല ഇത് നമ്മളെ തേച്ച് ഗൈസ്. ഞാൻ വിചാരിച്ചു നമ്മൾ സത്യം മാത്രമേ പറയാവൂ. സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്ത പൊറോട്ട ഷോകമായിരുന്നു ഗൈസ്. പക്ഷെ ചിക്കൻ ഫ്രൈ അടിപൊളി ആയതുകൊണ്ട് അഡ്ജസ്റ്റ് ആയി പോയി, അറിഞ്ഞില്ല. ടാറ്റ ഗൈസ്. ബൈ ഗൈസ്. അപ്പൊ നല്ല ഡ്രൈവ് സേഫ്. വണ്ടി ഇതിനെ വാടി പോകുന്നു. അതെന്തോ പൂച്ചകളെ കൊണ്ടുപോകാനാണ്. ബൈ ബൈ. ഞങ്ങളിവിടെ ഏറ്റവും കൂടുതൽ കമ്പനി അവരുമായിട്ടാണ് കേട്ടാ. പൂച്ച ഇരുന്ന് കൊടുക്കണമൊക്കെയാണ് പാവപ്പെട്ടവൻ. ഓ മൈ ഗോഡ്, എന്റെ വ്ളോഗിന് എക്സ്ക്ലൂസീവ്. അപ്പൊ ശരി ഗൈസ്, ഒരു യാത്ര ആയിക്കട്ടെ. ബൈ. ഹലോ ഗൈസ്, അങ്ങനെ ഇന്നത്തെ ദിവസം എൻ്റെ ആയിരിക്കുകയാണ്. കാർത്തിക വർഷം തിരിച്ചു പോയി. എനിക്ക് തോന്നുന്നു അവരിന്ന് ട്രിവാൻഡ്രത്തോട്ട് തിരിച്ചു പോകുന്നുണ്ട് രാത്രി. സോ നമ്മൾ ഇനി നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് വ്ളോഗ്സ് സ്റ്റാർട്ട് ചെയ്യണം. എന്താ ഐഡിയാസ് കുറച്ചുണ്ട്. അപ്പം ആർക്കെങ്കിലും എഡിറ്റിംഗ് ആണോ, പക്ഷേ വീഡിയോ എടുക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഗൈസ് എൻ്റെ അടുത്തൊന്ന് പറയുക. അത്യാവശ്യം റീലും വീഡിയോ ഒക്കെ എടുത്ത എക്സ്പീരിയൻസ് ഉള്ളവരെല്ലാവരും ഉണ്ടെങ്കിൽ ജസ്റ്റ് ലെറ്റ് മീ നോ. അപ്പോൾ എൻ്റെ കൂടെ എനിക്കൊരാൾ എന്തായാലും വേണം കുറച്ച് വീഡിയോസൊക്കെ എടുക്കാണ്ട്. ഞാൻ ഈ ബിഹൈൻഡ് ദ സീനും വീഡിയോ ഇപ്പോൾ എടുക്കുന്നതിൻ്റെ മൊബൈൽ ടെസ്റ്റിംഗ് ആയാലും ക്യാമറ ടെസ്റ്റിംഗ് ആയാലും അപ്പോൾ അതിനൊന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എൻ്റെ അടുത്ത് പറയുക ഗൈസ്. ചാർജിൻ്റെ കേസും കൂടെ പറഞ്ഞോളൂ. അല്ലെങ്കിൽ കൊളാബ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ജസ്റ്റ് എനിക്കൊന്ന് ഇൻസ്റ്റയിൽ DM എന്തെങ്കിലും ചെയ്താൽ മതി. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഫോട്ടോഗ്രാഫി റിലേറ്റഡ് സാധനമാണെങ്കിൽ എല്ലാം കൂടെ ഒറ്റയ്ക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പം ഒരാളെ ഹെൽപ്പിനുണ്ടെങ്കിൽ നൈസായിരിക്കും. സോ ലെറ്റ് സി, ആരെങ്കിലും നമുക്ക് പറ്റിയ നമ്മുടെ വൈബിന് പറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഐ വിൽ ഡെഫിനറ്റ്ലി ട്രൈ ടു വർക്ക് അവരുമായിട്ട്. ഇപ്പം എൻ്റെ കൂടെ ഉള്ളൊരു പയ്യനുണ്ടായിരുന്നു, അവൻ പക്ഷേ ഡൽഹിക്ക് പോയി. അപ്പോൾ അതുകൊണ്ട് ഇപ്പം വേറൊരാളെ ഞാൻ തപ്പുന്നുണ്ട്. ലെറ്റ് സി. അപ്പം നൈസായിരുന്നു ഗൈസ്. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. കൂടെ കുറച്ച് പൊറോട്ട മാത്രം ഫ്ലോപ്പായി, ബാക്കിയെല്ലാം സെറ്റായിരുന്നു. അപ്പം നാളെ കാണാം. നാളെ അല്ല, ഇനി അടുത്ത വ്ളോഗിൽ കാണാം ഗൈസ്. ഞാൻ എപ്പോഴും മറന്നു പോകും. വ്ളോഗ് എടുക്കുന്ന സമയത്ത് ഇനി നാളെ വ്ളോഗ് ഇടാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളെ കാണാം, ഇല്ലെങ്കിൽ അടുത്ത വ്ളോഗിൻ്റെ whenever is the next upload അന്ന് കാണാം ഗൈസ്. So till then, take care guys. Love you all. Bye. Thanks for the support. Tata.